എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗെയിൻവില്ല പ്ലാന്റ് അല്ലേ. അപ്പോൾ ചെടി വളർത്തുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ബൊഗെയിൻവില്ല കടലാസ് ചെടി. കാരണം അത്രയേറെ ഭംഗിയാണ് നമ്മുടെ വീടും ചുറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത്രയേറെ ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ അത്യാവശ്യം മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് കുറച്ച് പരിചരണം ഉണ്ടെങ്കിൽ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നിറയെ പൂക്കളോടുകൂടി നമ്മുടെ ചെടി വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് ഈ മാസം മഴയ്ക്ക് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതും പിന്നെ കുറച്ച് കെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇതാണ്. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്നൊരു ചെടിയാണ് ബൊഗെയിൻവില്ല. ചെടിക്ക് ദിവസവും 6-8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം നല്ല രീതിയിൽ അടിച്ചാൽ മാത്രമാണ് നമുക്ക് ചെടി നന്നായിട്ട് സമൃദ്ധമായിട്ട് വളരുകയും പൂക്കൾ തരികയും ചെയ്യുള്ളൂ. അപ്പോൾ പൂക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താ, ചൂട് കിട്ടാത്തതുകൊണ്ട്, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടായിരിക്കാം മെയിനായിട്ട് പൂക്കൾ തരാത്തത്. അതുപോലെ പൂക്കളിന് നല്ല രീതിയിലുള്ള ബ്രൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ ചെടിക്ക് കിട്ടിയിരിക്കണം. സൂര്യപ്രകാശം അടിക്കുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ചെടിയുടെ നന നോക്കുക. ഓവറായിട്ട് വെള്ളം കുത്തി ഒഴിച്ച് ചെടിയുടെ ചൂട് ചെയ്യാതെ അത്യാവശ്യം ചെടി വാടിപ്പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന ഇടണം. കാരണം നല്ല ചൂടത്ത് നിൽക്കുന്ന ഒരു ചെടിയല്ലേ. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതിരുന്നാലും ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നീർവാഴ്ചയുള്ള മണ്ണ്. നല്ല നീർവാഴ്ചയുള്ളതും അല്പം നല്ലതായിട്ടുള്ള മണ്ണിലാണ് നമ്മുടെ ബൊഗെയിൻവില്ല ചെടികൾ വളരുള്ളൂ. വെള്ളം കെട്ടി നിൽക്കാതെ പരമാവധി ശ്രദ്ധിക്കണം. ഇത് വേരുകൾ ചീഞ്ഞ് പോകാനും അത് അഴുകി പോകാനൊക്കെ കാരണമാകും. മണ്ണിൻ്റെ ഘടനയും നീർവാഴ്ചയും മെച്ചപ്പെടുത്തുന്നതിന് കമ്പോസ്റ്റോ മറ്റ് ജൈവവസ്തുക്കളോ ചെറുതായിട്ടൊക്കെ കലർത്താം. പിന്നെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്, എപ്പോൾ പൂക്കൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കമ്പ് കോതണം, അതായത് പ്രൂൺ ചെയ്ത് കൊള്ളണം. ബൊഗെയിൻവില്ല ചെടിക്ക് പതിവായിട്ടുള്ള കമ്പ് കോതൽ ഏറെ ഗുണം ചെയ്യും. ചെടിയുടെ വലിപ്പം നിയന്ത്രിക്കുന്നതിനും ഈ കമ്പ് കോതൽ സഹായമാണ്. അമിതമായി നീളമുള്ള ശാഖകൾ വെട്ടിമാറ്റണം അത്യാവശ്യമാണ്. കാരണം അവ പൂവിടുന്നതിൽ നിന്ന് സസ്യ വളർച്ചയിലേക്ക് ഊർജ്ജം തിരിച്ചു വിടും. പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയതോ അമിത വളർച്ചയായിട്ടുള്ള ശാഖകൾ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. ഇത് പുതിയ വളർച്ചയ്ക്കും കൂടുതൽ പൂവിടാനും കാരണമാകും. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ ഹൈബ്രിഡിൻ്റെ ചെറിയ തൈകളൊക്കെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ്. പൊടിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൂത്ത കമ്പുകളായിക്കോട്ടെ ചെറിയ ഇളം കമ്പുകളായിക്കോട്ടെ നമ്മൾ നടുമ്പോൾ അത് കറക്റ്റായിട്ട് നട്ടു കൊടുക്കുക. നടുന്ന വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നമുക്ക് കറ്റാർവാഴ വെച്ചിട്ടും അതുപോലെ പ്ലാസ്റ്റിക് കവർ അടച്ച് വെച്ചിട്ടും കുപ്പി കമത്തിയൊക്കെ വെച്ചിട്ടും നമുക്ക് പെട്ടെന്ന് തൈകൾ പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ വളപ്രയോഗം. ബൊഗെയിൻവില്ല ചെടിക്ക് സമീകൃത വളപ്രയോഗ രീതി ആവശ്യമാണ്. എന്നാൽ നൈട്രജൻ കൂടുതലുള്ള വളപ്രയോഗം പരമാവധി ഒഴിവാക്കുക. കാരണം ഇത് പൂവിടുന്നത് കുറയ്ക്കും. അമിതമായിട്ട് ഇല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും നൈട്രജൻ കൂടിയുള്ള വളങ്ങൾ കൊടുക്കരുത്. ചെടി സമൃദ്ധമായി പൂക്കുന്നതിന് ഫോസ്ഫറസ് സമ്പുഷ്ടമായ വളപ്രയോഗം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മുടെ പൊടിപ്പിച്ചെടുത്ത കമ്പുകളാണ്, അതായത് നമ്മൾ പ്രൂൺ ചെയ്തെടുത്തിട്ടുള്ള കമ്പുകൾ മുറിച്ച് കുത്തിയതാണ്. ഇങ്ങനെ നടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൊടിച്ച് കിട്ടും. ചില കമ്പുകൾ നമുക്ക് ഇതുപോലെ പൊടിച്ച് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് കിട്ടുന്ന കമ്പുകൾ നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചെടിയുടെ ഈ കമ്പുകളുടെ അടിഭാഗം വേറൊരു എന്തെങ്കിലും ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി, നമ്മൾ കൈ കൊണ്ട് പറിച്ചെടുക്കാതെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോരിയിട്ടെടുത്ത് വേര് പൊട്ടാതെ വേണം നമ്മൾ വേറെ പാത്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ചെടി നല്ല രീതിയിൽ വളരും. അപ്പോൾ ആ മുറിച്ച കമ്പുകൾ ഉറപ്പായിട്ട് നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം. അതുപോലെ തന്നെ ആ പ്രൂൺ ചെയ്ത കമ്പുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ്. പലർക്കും നനയുടെ ഒരു പ്രശ്നമുണ്ട്. ചിലവർ ഈ ചെടിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കും. അങ്ങനെ നനച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഇലകൾ വരും. അപ്പോൾ നമ്മുടെ ചെടിയിൽ ഇലകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പൂക്കളുടെ വളർച്ച കുറയും. അപ്പോൾ പരമാവധി നിങ്ങൾ നനച്ചു കൊടുക്കൽ ശ്രദ്ധിക്കണം. കരുത്തുറ്റ രീതിയിൽ ചെടി പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന് വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയും. എന്നാൽ വളർച്ചയുടെ സമയത്ത് ചെടിക്ക് പതിവായ നന ആവശ്യമാണ്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഒരു നന കഴിഞ്ഞ് മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നനയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചെടിക്ക് വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചെടിയുടെ വേരിൻ്റെ ഭാഗത്തിടാതെ കുറച്ച് നീക്കി ഇതുപോലെ നമ്മുടെ ചെടിയുടെ സൈഡിൽ മണ്ണിട്ട് കൊടുക്കുക, വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മണ്ണ് മേളിലോട്ട് ഇട്ടിട്ട് മൂടേണ്ടതാണ് കേട്ടോ. അതുപോലെ മണ്ണ് കണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല ഈർപ്പമുള്ള മണ്ണുകളായിരിക്കണം. അത് കൂടുതൽ ഡ്രൈ ആണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക. അധികം ഓവറായിട്ട് നനഞ്ഞ് കുതിർന്ന് നമ്മുടെ ചെടിച്ചട്ടി ഇരിക്കരുത്. ഈർപ്പം നോക്കിയിട്ട് ചെറുതായിട്ട് മാത്രം നനച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ബ്രൈറ്റ് കളറായിട്ട് തന്നെ പൂക്കൾ തരും. പിന്നെ കൂടുതൽ
കമ്പുകൾ ഷോർട്ടായിട്ട് വളർത്തണമെന്നെങ്കിൽ നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൂക്കാനുള്ള വളങ്ങൾ മാത്രം ഇപ്പോൾ ചെയ്ത് കൊടുക്കുക. പൂക്കാനുള്ള സമയം ഇപ്പോൾ കഴിയാറാവുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെടി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫുള്ളായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്ത ഒരു ചെടിയായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. പഴയ വീഡിയോ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. നല്ല കുറ്റിച്ചെടിയായിട്ട് വെട്ടിക്കൊടുത്തതായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് എല്ലാത്തിലും പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഷോർട്ടായിട്ട് വളർത്തണമെന്നെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം ഹാങ് ചെയ്ത് നിൽക്കണമെന്നെങ്കിൽ ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയല്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ വളങ്ങൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിവളം, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം പുളിപ്പിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ജൈവവളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൂവായി കഴിഞ്ഞാൽ നമ്മൾ പൂക്കാനുള്ള വളങ്ങൾ മാത്രം ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ എന്തൊക്കെയാണ് വളങ്ങളെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. മെയിനായിട്ട് നമുക്ക് പൂക്കാനുള്ള വളങ്ങൾ എന്ന് പറയുന്നത് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഏത് സീസണിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ പൂക്കുന്ന സമയത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലൊക്കെ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെടി ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജൈവവളങ്ങൾ, അതായത് കോഴിവളങ്ങൾ, കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച്, കടലപ്പിണ്ണാക്ക്, അങ്ങനെയുള്ളതെല്ലാം പച്ചച്ചാണകമൊക്കെ കലക്കിയൊക്കെ നമുക്ക് മഴക്കാലത്ത് ചെടിക്ക് കൊടുക്കാം. കാരണം ആ സമയത്ത് ചെടി നന്നായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ വളർന്നോട്ടെ. അതിനുശേഷം പൂക്കൾ ഉണ്ടാവാനുള്ളൊരു സമയമുണ്ട്. അതായത് ഒരു ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും പൂക്കൾ വരാനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൂവാവാൻ ആയിക്കഴിഞ്ഞാൽ പൂക്കാനുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക. NPK, DAP. അപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമുക്ക് NPK വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് 1/2 സ്പൂണ് നമുക്ക് ചെറിയൊരു സ്പൂണ് ചെറിയൊരു ചെടിച്ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെടിയുടെ ആ ഒരു ചോട്ടിന്ന്, അതായത് വേരിൻ്റെ അവിടെ നിന്ന് മാറ്റി ചെടിയുടെ ആ സൈഡിലോട്ട് ഇട്ട് കുറച്ച് മണ്ണിട്ട് പിന്നെ അതിൻ്റെ മീതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ കറക്റ്റ് വളമാവും. ഇതുപോലെ നല്ല രീതിയിൽ ഈർപ്പമുള്ള മണ്ണായിരിക്കണം. അധികം ഡ്രൈ ആവാനും പാടില്ല, അധികം പുളിച്ചു പോകാനും പാടില്ലാത്ത മണ്ണ്, നല്ല ഇതായിട്ടുള്ള നമ്മുടെ ഈ ഒരു തണ്ടിയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് വേണം നമ്മുടെ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ 15 ദിവസം ഇടവിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. 15 ദിവസം NPK ഇട്ട് കൊടുക്കുക, 15 ദിവസം ഇടവിട്ട്, 15 ദിവസത്തിന് ശേഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം DAP ഇട്ട് കൊടുക്കുക. അങ്ങനെ മാറ്റി രണ്ടും ഒരുമിച്ച് ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പാടില്ല. 15 ദിവസം ഇടവിട്ടിട്ട് രണ്ടും ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെറിയ ചെറിയ മണികളായിട്ട് നമുക്ക് ചെടിയുടെ ചുറ്റുപാടും ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറേ പേര് ചെയ്യുന്ന കാര്യമാണ് പൂക്കുന്നില്ല, അതായത് പൂക്കൾ ഒട്ടും ഇല്ലെന്ന് ഓർത്തിട്ട് കുറേ പച്ച ചാണകവെള്ളവും കുറേ ജൈവവളങ്ങളൊക്കെ കുറേ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത്. പൂക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചാണകവെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത്. പൂക്കാനുള്ള സമയത്ത് പൂക്കാനുള്ള വളങ്ങൾ മാത്രം ചെയ്ത് കൊടുക്കുക. മഴ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല മഴയാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് ചെടി മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൈബ്രിഡ് ഇനങ്ങൾ ഒരിക്കലും അധികം മഴ കൊള്ളിക്കാതെ നമ്മൾ മാറ്റി ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ പൂവ് പോയി കഴിഞ്ഞാൽ മഴക്കാലം നമ്മൾ ചെടി നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ചെറുതായിട്ട് നമ്മൾ ചെടി സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. കാരണം പൂക്കൾ ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങും. ആ സമയമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് NPK, DAP ഒക്കെ ചെയ്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും. നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ എന്ന് പറയുന്നത് എല്ലുപൊടി നമുക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 7-8 ദിവസം ഇടവിട്ടിട്ട് നമുക്ക് എല്ലുപൊടി നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എപ്പോൾ വളം കൊടുത്താലും നനച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളം മാത്രം ഇട്ട് കൊടുക്കരുത്. വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെറുതായിട്ട് നനച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും. അപ്പോൾ മഴയ്ക്ക് മുന്നേ നമ്മുടെ ചെടി ഇതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.